നമസ്കാരം. പ്രേമരാജ് പുന്നാട്. അപ്പോൾ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, ഞാൻ പാർട്ടി വിരുദ്ധതയോ പാർട്ടിയെ നന്നാക്കാനോ ഒന്നും വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ നിർദ്ദേശങ്ങളും. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്ചികം മാത്രം, അതിനൊന്നും പറയാൻ ആളല്ല. ഇവിടെ പലരും കമൻറ്റിൽ ചില ആളുകൾ ഇപ്പോൾ വന്നിട്ട് പറയുന്നുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ. ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. കാരണം ഇതിനോടുള്ള ഒരു ആശയത്തോടുള്ള ഇഷ്ടവും സ്നേഹവും ആരും എന്നെ പറഞ്ഞ് കൊണ്ടുവന്നതെന്നല്ലോ, ഞാൻ സ്വയമായി ഏറ്റെടുത്തതല്ലേ. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്നലെ നമ്മുടെ ഒരു പഴയൊരു സഖാവുമായിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അന്ന് കോൺഗ്രസിൻ്റെ കയ്യിലുള്ള ബാങ്ക്, അത് പിടിച്ചെടുക്കാൻ വേണ്ടി ജെയ്സൻ്റെയും കൂടെ, അന്ന് ജെയ്സൺ എന്ന് പറയുന്ന കാരക്കാട്ട് ജെയ്സനൊക്കെ നമ്മൾ പാർട്ടിയോട് കൂടെ വന്നിട്ട് പിടിച്ചെടുക്കാൻ പോകുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു രാത്രി മുഴുവനും നമ്മൾ കരിക്കോട്ടക്കരി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ താമസിച്ച് ആ ലോക്കൽ കമ്മിറ്റീൻ്റെ ഓഫീസിൻ്റെ വരാന്തയിൽ കടന്ന കഥകളൊക്കെ നമ്മളിങ്ങനെ പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അങ്ങാടിക്കടവിൽ വന്ന് അതിൻ്റെ ഇലക്ഷനും കാര്യങ്ങളും നടക്കുമ്പോൾ, അന്ന് ടോമിൻ തച്ചഗിരി SP ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ലാത്തി ചാർജ്, പുഴയിലൂടെ ഓടി അടിയൊക്കെ വാങ്ങിയ കഥകൾ നമ്മളിങ്ങനെ പരസ്പരം പറയുകയായിരുന്നു. ഇത് പറഞ്ഞു വന്നത്, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി അയക്കുന്നത് സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചൊരു കാര്യമായിരിക്കുമല്ലോ. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ജില്ലാ കമ്മിറ്റികൾക്ക്, ജില്ലാ സെക്രട്ടറിക്കും ജില്ലാ കമ്മിറ്റികൾക്കും അയച്ച ഒരു കത്ത്, അതായത് സഹകരണ ബാങ്കുകൾ, നമ്മുടെ കയ്യിലില്ലാത്ത സഹകരണ ബാങ്കുകൾ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കത്ത്. ആ കത്ത് CPIMൻ്റെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുന്നതിന് മുന്നേ ന്യൂസ് ഏഷ്യാനെറ്റ് ചാനലാണ് ചർച്ച ചെയ്തത്. അപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണോ അതോ അവരാണോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ? കാരണം ഈ കത്ത് എന്തായാലും പിന്നെ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്തതൊന്നുമല്ലല്ലോ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതല്ല, അല്ലെങ്കിൽ പൊതു മധ്യത്തിൽ ആരും പിന്നെ കൊടുത്തതോ പത്രത്തിൽ കൊടുത്തതോ ഒന്നുമല്ലല്ലോ. പാർട്ടി രഹസ്യമായി ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ച് അത് താഴെത്തട്ടിലുള്ള കമ്മിറ്റികളിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ട സാധനം എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് കിട്ടിയത്? അപ്പോൾ അവരെ നിങ്ങൾ പാർട്ടി വിരുദ്ധരായിട്ടാണോ അല്ല പാർട്ടിയിലെ ഏറ്റവും നല്ല നേതാക്കന്മാരായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ഞാൻ ഈ പാർട്ടിയിൽ നടക്കുന്ന പൊതുവായിട്ടുള്ള ചില തെറ്റുകളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. അത് എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നന്നാക്കാനോ നേരെയാക്കാനോ അല്ല. ഇങ്ങനെയൊരു സിസ്റ്റം കണ്ടിട്ടില്ല, അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്ന, ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ഒറ്റ കൊടുക്കുന്നതിനെ ഒറ്റുകാരൻ എന്നോ അല്ലെങ്കിൽ അതിനപ്പുറം എന്തൊക്കെ പറയണം? TK ഗോവിന്ദൻ മാഷ് പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ ആരൊക്കെയാണ് ഇപ്പോൾ വാർത്ത ചോർത്തി കൊടുക്കുന്നത് മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് CPIMൻ്റെ നമ്മുടെ പ്രൊഫൈലുകളിൽ ഭയങ്കര പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പോഴാരാണ് ഒറ്റ കൊടുക്കുന്നത്? എന്നാൽ പിന്നെ ഇത് മാധ്യമങ്ങൾക്ക് കൊടുത്താൽ പോരെ ഗോവിന്ദൻ മാഷക്ക്? ഇതിപ്പോൾ മാധ്യമങ്ങൾ ഒരു ദിവസത്തെ അന്തി ചർച്ച മൊത്തം നടത്താൻ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുത്തൻ ബ്രാഞ്ച് മെമ്പറെ കണ്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എല്ലാം എന്തുണ്ട് ഇതെന്താ ഇപ്പോൾ അടിയന്തരമായിട്ടൊരു ബ്രാഞ്ച്? അതൊക്കെ പാർട്ടി രഹസ്യമൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതൊന്നും പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് കാര്യങ്ങൾ ഇപ്പം DC പോലും ഞാനുമായിട്ട് സൗഹാർദ്ദം പങ്കെടുത്ത പലരും ഉണ്ട്. DYFIയുടെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത 8ഓളം ആളുകൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അവരുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. എനിക്കിപ്പോഴും ആളുകൾ അവരുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അതെനിക്ക് മനസ്സിലാക്കാനും അറിയാനും പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഈ ബ്രാഞ്ച് കമ്മിറ്റിയിലെ മെമ്പർ പറയുന്നത് അത് പാർട്ടി രഹസ്യമാണെന്നാണ്. പക്ഷേ സംസ്ഥാന സെക്രട്ടറിയും അയച്ച ലെറ്റർ പാർട്ടി രഹസ്യമല്ലാത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നവരും, ആ നിലയിൽ ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും ഈ സ്ഥാനത്ത് തുടരുന്ന ആളുകൾ തന്നെയാണ്. അല്ലാണ്ട് അവരെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ എൻ്റെ പോസ്റ്റിനെ വന്നിട്ട് വിമർശിക്കുന്ന നിങ്ങൾക്ക് വിമർശിക്കാൻ? അവരാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ, അവരാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത്, അവരാണ് ഇതിനെ ഇല്ലാതാക്കുന്നത്. ഇങ്ങനെ ഇല്ലാതാക്കിയതും അവരാണ്. അത് ഇതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളാണ്. അനധികൃതമായി പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന
ആ ആളുകൾ ഉൾപ്പെടെ. അപ്പോൾ പാർട്ടി വിരുദ്ധരെന്ന് വിളിച്ചത് കൊണ്ടോ നിങ്ങൾ ഇനി എന്ത് ചാപ്പ് കുത്തിയത് കൊണ്ടോ എൻ്റെ ഉള്ളിലെ കമ്മ്യൂണിസം, എൻ്റെ ഉള്ളിലെ ഈ CPIM-നോടും DYFIയോടുമുള്ള ആ ഒരു ദാഹം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം അത് നിങ്ങൾക്കൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. അത് എനിക്ക് സ്വമേവയാ തോന്നണം.